അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ രണ്ടാമത് കൂടി സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാറിന് 1000 നന്ദി. എൻ്റെ പേര് അശ്വതി. ഞാൻ കോട്ടയം ജില്ലയിലെ കുരുനാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൻ അമൻ, ഇതെൻ്റെ മകള് ദേവനന്ദ. എൻ്റെ മക്കൾക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുവാനാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മകൾക്ക് കൊറോണയ്ക്ക് ശേഷം ശ്വാസമുട്ടലായിരുന്നു. 2022 തൊട്ടുള്ള ശ്വാസമുട്ടൽ അവൾക്ക്. അന്നേരം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. ശ്വാസമുട്ടൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒരു വിധത്തിൽ അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. അവൾ കൈ പുറകോട്ട് കുത്തിയായിരിക്കും ശ്വാസം ഏങ്ങി വലിക്കുന്നത്. നമ്മൾ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അവിടെ നിർത്തി അവിടെ നെബുലൈസേഷൻ കൊടുക്കും. അത് കഴിയുമ്പോൾ അവർ പറയും അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് വേഗം കൊണ്ടുപോക്കോ, സാച്ചുറേഷൻ ഓക്സിജൻ്റെ അളവ് കുറവാണ്, അതുകൊണ്ട് വേഗം കൊണ്ടുപോക്കോളാൻ പറയും. നമ്മൾ ആംബുലൻസ് അവിടെ കൊണ്ടുപോകും. അവിടെ ചെന്ന് ICUയിലേക്കായിരിക്കും അന്നേരം കയറ്റുന്നത്. ICU ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർമാർ പറയും ഫുഡൊന്നും കൊടുക്കരുത്, വെള്ളം കൊടുക്കാൻ പാടില്ല. ഇവിടെ നമ്മളോട് വെള്ളം ചോദിക്കും. നമുക്കൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. അപ്പോൾ 2022 ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് മാതാവിനെക്കുറിച്ച് അറിയാമായിരുന്നു. ഞാൻ അമ്മയോട് ICUയിലിരുന്ന് പ്രാർത്ഥിച്ച്, അമ്മേ ഒരു നിവൃത്തിയില്ല, അമ്മ വേണം കയറി വന്ന് എല്ലാം ശരിയാക്കി തരാൻ. അവൾ വെള്ളം ചോദിക്കുന്നുണ്ട്, ആ റിസൾട്ടുകളെല്ലാം നെഗറ്റീവാക്കി തരണം. ഞാൻ ICUയിലിരുന്ന് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമായിരുന്നു, സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു, ഇവളുടെ ബെഡിൻ്റെ അടുത്ത് വെച്ച് ഇതെല്ലാം ചെയ്യുമായിരുന്നു. റിസൾട്ട് വന്നപ്പം അതെല്ലാം നെഗറ്റീവായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഡോക്ടർ നമ്മളോട് ഇൻഹേലർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിർത്താൻ പറ്റത്തില്ല. ഇൻഹേലർ എടുത്തുകൊണ്ടിരുന്നപ്പോഴും ഇവൾക്ക് ശ്വാസമുട്ടൽ വന്നുകൊണ്ടേ ഇരുന്ന്. ഇവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. 2 ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റത്തില്ല. ഇവൾ ഡാൻസ് പഠിക്കുന്നുണ്ട്, ഡാൻസിന് പോകാൻ പറ്റത്തില്ല. ശാരീരികമായിട്ട് ഭയങ്കര വീക്കായിരുന്നു ഇവൾ. എപ്പോഴും ഇത് വന്നുകൊണ്ടേയിരിക്കും. വരുമ്പോൾ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അന്നേരം നമ്മളോട് പറയും പെട്ടെന്ന് ESA കൊണ്ടുപോകുക, അതല്ലാതെ വേറെ ഈ കൊണ്ടുപോകുമ്പോഴെല്ലാം നമ്മൾ ആംബുലൻസിൽ വേണം കൊണ്ടുപോകും. ഓക്സിജൻ സപ്പോർട്ടോട് കൂടിയേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ പോകുന്ന വഴിക്ക് ഇവൾ നമ്മളോട് ചോദിക്കും, അമ്മേ ഞാൻ മരിച്ചു പോവോ, എന്നാ ചെയ്യും? അങ്ങനെയല്ല ഇവൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ഇതായിട്ടുള്ളത് ഉടമ്പടി കാശ് രൂപ. ഞാൻ അന്നേരം എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപ ഇവളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും നീ പ്രാർത്ഥിച്ചോ, വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ. ഇവൾക്ക് വിശ്വാസ പ്രമാണം അറിയാമായിരുന്നു. ഇവൾ ആ ആംബുലൻസിൽ കിടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ അവിടെ ചെല്ലുമ്പം 2 ദിവസം അഡ്മിറ്റാവും, നമുക്ക് പോരാൻ, വേറെ കുഴപ്പങ്ങളുണ്ടാവില്ല. ലാസ്റ്റ് 2024 ഡിസംബറിൽ അവസാനമായിട്ട് ഞാൻ ഇവളെയും കൊണ്ട് ആശുപത്രി അഡ്മിറ്റായേ. അന്ന് ഡോക്ടർമാർ എന്നോട് പറഞ്ഞ് ഇനി നമുക്ക് പതുക്കെ ഡോസ് കുറയ്ക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പതുക്കെ കുറച്ചൊന്നുമില്ല, ഞാൻ ഒറ്റയടിക്ക് മരുന്ന് നിർത്തി. ഞാൻ എന്നിട്ട് അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മേ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന എനിക്കിനി ഒരു മരുന്നും വേണ്ട, അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും തേനും മാത്രം മതി, അതുവഴി എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടിയാൽ മതി ഞാൻ പ്രാർത്ഥിച്ച്. എല്ലാ ദിവസവും രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഉപ്പും തൈലവും തേനും ഇട്ട് എല്ലാ ദിവസവും എൻ്റെ മകൾക്ക് കൊടുക്കുമായിരുന്നു. തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ, ഈ നിമിഷം വരെ ഇവൾക്ക് ശ്വാസമുട്ടലുണ്ടായിട്ടില്ല. ഇവൾക്ക് ഈ തവണത്തെ വേനയ്ക്ക് ഇവൾ ഐസ് കട്ട എടുത്ത് കഴിച്ച് ഇവൾക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല. അല്ല, തണുപ്പൊരിച്ചിരി അടിച്ച് ഇവൾക്ക് അന്നേരം ശ്വാസം മുട്ടില്ല വന്നിട്ടില്ല. തണുപ്പ് പ്രദേശത്ത് പോയാലും ഇവൾക്ക് ഒരു കുഴപ്പമില്ല. പൂർണ്ണമായിട്ട് ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാൻ മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല. ഈ തേനും ഉപ്പും തൈലവും മാത്രമാണ് ഉപയോഗിക്കുന്നത്. പൂർണ്ണമായിട്ട് അവൾക്ക് സൗഖ്യം കിട്ടി. അമ്മ മാതാവിനും തിരുക്കുമാറിനും 1000 നന്ദി. പിന്നെ രണ്ടാമത്തത്, എൻ്റെ മകന് ടോൺസിലിൻ്റെ അസുഖമുണ്ട്. അത് അവൻ ജനിച്ചപ്പോൾ തൊട്ടേ ഉണ്ട്. അവന് എപ്പോഴും കഫക്കെട്ടും അസുഖങ്ങൾ, എപ്പോൾ നോക്കിയാലും ടോൺസിലിൻ്റെ പ്രശ്നം. അവന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ആൻറ്റിബയോട്ടിക് എടുക്കണം എങ്കിലേ കുറയുള്ളൂ. ആൻറ്റിബയോട്ടിക് എടുത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും അത് വരും. ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കണം. കഴിഞ്ഞ വർഷം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ഇവന് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പം നമുക്കുള്ള ടോൺസിലിനേക്കാളും വലിയ ടോൺസിലാണ് ഇവനുള്ളത്. അത് പെട്ടെന്ന് ഇൻഫെക്ഷനാണ് ഇവന്. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച്, അമ്മേ ഇത് ഓപ്പറേഷൻ ചെയ്യണം എന്നാണെങ്കിൽ അമ്മ എനിക്ക് 7 കൂട്ടി ഒരു സംഖ്യ തരണം, അതല്ല എന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എനിക്ക് തന്ന ഡേറ്റ് നവംബർ 26 അപ്പോൾ എനിക്ക് മനസ്സിലായി ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് മനസ്സിലായി. വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വീണ്ടും കാരിത്താസിൽ കൊണ്ട് കാണിച്ചു. അവിടെ കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇവന് അഡിനോയിഡും ഉണ്ട്, ടോൺസിലിൻ്റെ അസുഖമുണ്ടെന്ന് പറഞ്ഞു. ഇവന് ഓപ്പറേഷൻ ചെയ്യണം, അല്ലാതെ കുറയത്തില്ലെന്ന് പറഞ്ഞ്. ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ച് നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. എല്ലാവരുടെ ശക്തമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്ന് അതിൽ പിന്നെ ഈ നിമിഷം വരെ അവന് ടോൺസിലിൻ്റെ അസുഖം ഉണ്ടായിട്ടില്ല.
എത്ര തണുപ്പുള്ള സാധനം കഴിച്ചാലും അവന് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ അമ്മയുടെ ഉപ്പും തൈലവും തേനും എല്ലാ ദിവസവും കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ തൊണ്ടയിലും തൂക്കുന്നുണ്ട്. അവന് എന്ത് തണുത്ത സാധനം കഴിച്ചാലും ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ അവൻ്റെ ടോൺസിലിൻ്റെ അസുഖം അമ്മ മാതാവ് മാറ്റിത്തന്ന്. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ജപമാല ഗ്രൂപ്പ്, ഞങ്ങൾ കുടുംബം മുഴുവനുമായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം 9 മണി തൊട്ട് ഞങ്ങൾ സമ്പൂർണ്ണ ജപമാല എല്ലാ ദിവസവും ചൊല്ലാൻ തുടങ്ങി. അത് ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയതാണ്. പിന്നെ മാസത്തിൽ എല്ലാ മാസം ആദ്യമേ 1000 മണി ജപമാല, അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച 1000 മണി ജപമാല ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാ ദിവസവും കൂടും, അത് ഷെയർ ചെയ്യും. പിന്നെ പ്രാർത്ഥന സഹായം ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വീട്ടിൽ വന്ന് പറയും. ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയവരുമുണ്ട്. പിന്നെ ബൈബിള് വായിക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. അത് എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ ഉള്ളപ്പോൾ ആരെന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം 4-ാം വാക്യം. മരണത്തിന് നിഴല് വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഒന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അശ്വതി ജയകൃഷ്ണൻ കോട്ടയം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. കുടുംബത്തിൻ്റെ തൻ്റെ 2 മക്കളുടെ സാക്ഷ്യമാണ് നമുക്ക് മുമ്പിലേക്ക് പങ്കുവെക്കുക. ഈ കൊച്ചുമകളുടെ ശ്വാസം വിടുന്ന രോഗം, അത് സംബന്ധിച്ച പലതരത്തിലുള്ള ബുദ്ധിമുട്ടാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആശുപത്രിയിൽ കയറുകയാണെങ്കിലും അതോടൊപ്പം തന്നെയാണെങ്കിലും ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് ഓക്സിജൻ്റെ സപ്പോർട്ട് കൂടിയൊക്കെയാണ് മുമ്പോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെ അമ്മ മാതാവിൻ്റെ സംരക്ഷണം കൂടുതലായിട്ടുണ്ടാകണമെന്നും അമ്മ മാതാവ് തന്നെ ഈ രോഗത്തെ സുഖപ്പെടുത്താനുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നേർച്ച വസ്തുക്കളുടെ വിശ്വാസത്തോടുള്ള ഉപയോഗത്തോടു കൂടി പ്രാർത്ഥനയോടു കൂടി പരിശുദ്ധ അമ്മ ഈ മകളുടെ പൂർണ്ണമായിട്ടുള്ള ശ്വാസമെന്ന അസുഖത്തെ എടുത്തു മാറ്റുകയും യാതൊരുവിധമായ കുഴപ്പമില്ലാതെ കണ്ട് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് രോഗസൗഖ്യം നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും ഈ മകൻ്റെ രോഗസൗഖ്യമാണെങ്കിലും അവന് ചെറുപ്പം മുതലേ ആണെങ്കിലും ടോൺസിലേറ്റും അഡിനോയിഡിൻ്റെ കാര്യങ്ങളൊക്കെ സംബന്ധമായ സർജറി ചെയ്യണമെന്നൊക്കെയുള്ളൊരു വലിയ ബുദ്ധിമുട്ടാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. എന്നാൽ ഉറച്ച പ്രാർത്ഥനയുള്ള വിശ്വാസം, അത് പരിശുദ്ധ അമ്മ മാതാവ് കൂടെയുണ്ടെന്നും അമ്മ മാതാവ് ഇടപെടുന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരുമിച്ചിരുന്ന കുടുംബത്തോടൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും രോഗസൗഖ്യം നൽകി ഈ മകനെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെയാണെങ്കിലും മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങളാൽ ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ ഇനിയും അവിടുത്തെ സംരക്ഷണയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ കുടുംബത്തെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.